അപ്പോൾ അല്ല ഗൈസ്, ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കുളിച്ചു മാറ്റി നേരെ പള്ളിയിലേക്ക് പോയി ജുമൈന്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമുക്ക് ജിമ്മിൽ പോകേണ്ട സമയമായി. അപ്പോൾ ഇന്ന് ലെഗ് കളിക്കാൻ പോകുന്ന അതുകൊണ്ട് തന്നെ ഇന്നൊരു ഷെയ്ക്കാക്കി കുടിക്കണം പവറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരു കപ്പക്കായും പഴവും ഷെയ്ക്ക് അടിച്ച് കുടിച്ച് അതിൻ്റെ അപ്പുറം ഒരു പഴം വേവിച്ചൊന്ന് തിന്ന് അങ്ങനെ നമ്മൾ നേരെ ജിമ്മിലെത്തുമ്പോൾ അവിടെ ആരും ഉണ്ടായിട്ടില്ല, ആശാനൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു ചെക്കൻ വന്ന് അവൻ്റെ ഓരോ കളി. പിന്നെ നമ്മൾ നേരെ കളി തുടങ്ങി. അപ്പോൾ ഈ കുലുക്കുന്നുണ്ട് സാധനം ക്രിയേറ്റിനും അങ്ങനത്തെ പ്രീ വർക്കൗട്ട് കാര്യമൊന്നുമല്ല, വെറും ഇഞ്ചി വെള്ളം മാത്രമാണ്. അത് എടുത്തിട്ട് നമ്മൾ കളിക്കാൻ പോക്കും. എന്നിട്ട് പിന്നെ നമ്മൾ മെല്ലനെ വർക്കൗട്ട് തുടങ്ങി ലെഗിന്. ഇങ്ങനെ ഓരോ വെയിറ്റ് എടുത്ത് സ്ക്വാട്ട് ചെയ്ത്. അപ്പം എന്നോട് കുറേ ആൾക്കാർ പറയുന്നു, നീ ലെഗിന് ശരിക്കും കളിക്കലുണ്ടോ, എല്ലാം നീ ജിമ്മിൽ പോയിട്ട് വെറുതെ അവിടെ നിൽക്കലും ഇങ്ങനെ ആക്കലല്ലേ. ഇന്നെ കണ്ടിട്ടൊരു ഇതൊന്നും ഇല്ലല്ലോ, ലെഗിന് കളിച്ച പോലെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. സാധാരണ ലെഗിന് കളിച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പൊന്നും ഇറങ്ങാൻ കഴിയില്ല, അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്ന് ഹാർഡ് ലെഗിന് കളിക്കാൻ പോകുന്നത്. ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ വാമപ്പ് സൈക്ലിങ് ചെയ്ത് അത് ചെയ്യുമ്പം തന്നെ ഏകദേശം വേർത്തിന്. പിന്നെ സ്കൂട്ട് വെയിറ്റ് ഇട്ട് അതും ചെയ്ത്. ഫസ്റ്റ് സെറ്റ് ചെറിയ വെയിറ്റ് ഫസ്റ്റ് സെറ്റ് 10, പിന്നെ 15, പിന്നെ 20 അങ്ങനെ കളിച്ചത്. പിന്നെ അടുത്ത ലെഗിന് ഈ ഒരു വർക്കൗട്ട് ചെയ്ത്. ഇതിൻ്റെ പേര് നമുക്ക് കറക്റ്റ് ഓർമ്മയില്ല, എന്നാലും അതിൽ ചെയ്ത്. എന്നിട്ട് വെയിറ്റ് അതിൽ നമ്മൾ വെയിറ്റ് കൂട്ടിയിട്ട് അടിച്ച്. ഇതെല്ലാം സിമ്പിളാണ് കേട്ടോ. അപ്പോൾ പിന്നെ ലഞ്ചസും ചെയ്ത്. പിന്നെ കണ്ട ഇന്ന് ജിമ്മിൽ ആരും ഉണ്ടായിട്ടില്ല, ഒറ്റയ്ക്ക് ഉണ്ടായ സംഭവം. ലെഗ് കുറച്ച് ടഫ് ഡേ ആണ്, എന്നാലും കുഴപ്പമില്ല. നമുക്ക് സെക്കൻഡ് ഇഷ്ടപ്പെട്ട ലെഗാണ്. ഫസ്റ്റ് എല്ലാവരും പോലെ തന്നെ കളി കളിക്കാൻ തുടങ്ങി. സൂപ്പർ സ്ക്വാട്ട് പിന്നെ ലെഗ് പ്രസ് ആരും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സൂപ്പർ സ്ക്വാട്ടിൽ ആദ്യം 10 ഈസി ആയിട്ട് അടിക്കാൻ കഴിയുന്നുണ്ട്, വല്ല പണിയൊന്നുമില്ല. ഇത് കുറച്ച് ഞാൻ 2 സ്പീഡിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ സംഭവം. പിന്നെ നമ്മൾ അത് കളിച്ചിന്. എന്നിട്ട് പിന്നെ നമ്മൾ വെയിറ്റ് കൂട്ടിയിട്ട് ഒരു 20 കൂടി ഇട്ട് പിന്നെ 30 60 അടിച്ചിട്ടും ബെല്ല് അറിഞ്ഞിട്ടൊന്നുമില്ല, നല്ല കുഴപ്പമില്ല. കണ്ട ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം വേർത്ത് പനിയെല്ലാം നന്നിനേനും. പിന്നെ നമ്മൾ വെള്ളം കുടിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ കളി കഴിയുമ്പം വെള്ളം കുടിക്കും. പിന്നെ അടുത്ത കളിക്കാൻ പോകുന്നത് നീമീച്ചിന് നേരത്തെ കളിച്ചതിൻ്റെ നേരെ ഉൾട്ട ബാക്കോട്ടേക്ക് ഇതാക്കൽ. അപ്പോൾ ഇതും ആദ്യം ചെറിയ വെയിറ്റ് ഇട്ട് പിന്നെ നമ്മൾ വെയിറ്റ് കൂട്ടി അടിച്ച്. ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, ഇതുവരെ ഒന്നും കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ കാല് ചെറുങ്ങനെ പതറാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഈ മെയിനായിട്ടുള്ള ലെഗ് പ്രസ് ചെയ്യാൻ തുടങ്ങി. ലെഗിന് ഇതും കൂടി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ 2 ദിവസത്തേക്ക് കാലിൻ്റെ അവസ്ഥ ഒരിതാവും. പക്ഷേ നമുക്ക് കുഴപ്പമില്ല, നമ്മൾ സ്ട്രോങ് ആണ്. നമ്മൾ ഡബിളല്ല, 3 സ്ട്രോങ് ആണ്. ഇപ്പോൾ കറക്റ്റ് വെയിറ്റ് നോക്കിക്കോ. ഇപ്പോൾ 20 40 80 പിന്നെ നമ്മൾ 10 കയറ്റി അങ്ങനെ 100ആയി. ഒരു സൈഡ് 50 ഒരു സൈഡ് 50 അങ്ങനെ 100. ഇതൊരു സപ്പോർട്ടില്ലാണ്ടാണ് നമ്മൾ അടിച്ചത്. ഇത് കുറച്ച് സ്പീഡാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ജിമ്മിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്കാരും സപ്പോർട്ട് ചെയ്യാണ്ടായിട്ടില്ല. പിന്നെ ഓരോ റെസ്റ്റ് എടുത്ത് ഓരോ സെറ്റ് ആവും തീർത്ത്. ഈ ഒരു വർക്കൗട്ടും കൂടി കഴിഞ്ഞപ്പോൾ നമ്മളവിടെ സൈഡ് കഴിഞ്ഞു. പിന്നെ നമുക്കൊന്നും കഴിയുന്നുണ്ടായിട്ടില്ല, കാലെല്ലാം ചെറിയ വിറക്കുന്നുണ്ടായിന്. പിന്നെ കുഴപ്പമില്ല, പിന്നെ നിർത്താന്നെല്ലാം വിചാരിച്ച്. പക്ഷേ നമ്മൾ വിട്ടുകൊടുക്കില്ലല്ലോ, നമുക്ക് കാണിച്ചു കൊടുക്കണ്ട. അങ്ങനെ നമ്മൾ പിന്നെ എടുത്ത് 10 മിനിറ്റ് ഓടി മെഷീനിൽ. അങ്ങനെ നമ്മൾ 10 മിനിറ്റ് ഓടുമ്പോൾ തന്നെ നല്ലോണം വേർത്തിന്. ആദ്യം തന്നെ നല്ലോണം വേർത്തിന്. പിന്നെ നമ്മൾ ആപ്സിന് കളിക്കാൻ തുടങ്ങി. അപ്പോൾ ലെഗ് ഡേ ഞാൻ അധികം ആപ്സ് അല്ലെങ്കിൽ കാർഡിയോ ഒന്നും ചെയ്യല് മെയിനായിട്ട്. ലെഗ് ഡേ കാർഡിയോ ഒന്നും പിടിക്കുകയും ചെയ്യില്ല, എന്നാലും നമ്മൾ കഷ്ടപ്പെട്ട് അങ്ങനെ ചെയ്യും. കാല് നല്ലോണം വേർത്ത് എന്താ പറയുക, വിറക്കും, അങ്ങനത്തെ അവസ്ഥയിലെത്തും. അപ്പോൾ ഇതെല്ലാമാണ് ലെഗ് ഡേ എൻ്റെ. അപ്പോൾ ഇതാണ് ഹാർഡ് ലെഗ് ഡേ. അപ്പോൾ ഓക്കെ, ബൈ.